Ministries. கர்த்தருடைய பரிசுத்த நாமம் மகிமைப்படுவதாக. கிறிஸ்துவுக்குள் மிகவும் பிரியமானவர்களே, மகிழ்ச்சிகரமான இந்த 3வது மாதத்தின் முதல் நாளிலே காட் கூசிஸ் மினிஸ்ட்ரி சார்பாக தேவனாகிய கர்த்தர் உங்களையும் உங்கள் குடும்பங்களையும் உங்கள் ஊழியங்களையும் ஆசீர்வதிப்பாராக. தேவனாகிய கர்த்தர் இந்த மாதத்திலே உங்கள் முன்பாக சென்று எல்லா தடைகளையும் அகற்றுவார் என்று விசுவாசித்து அதை உறுதிப்படுத்துகிறேன். தேவனுடைய கிருபையும் சமாதானமும் பாதுகாப்பும் தயவும் உங்களோடு இருக்க வாழ்த்துகிறேன். இந்த மாதத்திலே தேவனாகிய கர்த்தர் நமக்கு முன்பாக சென்று சகல தடைகளையும் நீக்கி நாம் ஜெயம் கொள்ளும்படியாக, நாம் கர்த்தருக்குள் மகிழ்ந்திருக்கும்படியாக அவர் நமக்கு உதவி செய்வார். தொடர்ந்து தேவனுடைய நாமத்தை எல்லா சூழ்நிலைகளிலும் துதிக்கவும் ஸ்தோத்தரிக்கவும் உங்களை ஒப்பு கொடுங்கள். அவருடைய இரக்கம் பெரியது. தொடர்ந்து அவர் உங்களை நடத்த உண்மையுள்ளவராயிருக்கிறார். தேவனாகிய கர்த்தர் உங்களையும் உங்கள் குடும்பங்களையும் ஆசீர்வதிப்பாராக. ஆமென். നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ എത്രത്തോളം നയിച്ച ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ കാലുകളെ കുഴഞ്ഞ പാറയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും മാറ്റി നമ്മളെ പാറയിലേക്ക് കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ ശക്തിയെ പുതുക്കി നമുക്കൊരു പുതിയ ജീവിതം നയിപ്പാൻ ദൈവം കൃപ നൽകുന്നതിനായി സ്തോത്രം ചെയ്യാം. നമുക്ക് വേണ്ടതെന്താണ്? സ്തോത്രം, കാത്തിരിപ്പാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവോളമുള്ള കാത്തിരിപ്പ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, തോമസ് സാറിനെയും താൻ നേതൃത്വം കൊടുക്കുന്ന ഗോഡ് ഹൂസീസ് മിനിസ്ട്രിയെയും അതിനുള്ള എല്ലാ ടീമുകളെയും ദൈവം ധാരാളമായി മാനിക്കട്ടെ. ഈ ഒരു പ്രഭാതം തന്ന ദൈവത്തിന് നമുക്ക് സകല മാനവും മഹത്വവും കരയേറ്റാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പരിശുദ്ധ നിമിഷത്തിനായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പാദപീഠത്തിലേക്ക് ഞങ്ങളെല്ലാവരെയും താഴ്ത്തുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടിയിരിക്കണം. അനുഗ്രഹിക്കപ്പെട്ട ദിവസം ഞങ്ങൾക്ക് നൽകി തരണം. ഞങ്ങളെല്ലാം അനുഗ്രഹിച്ചിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം നൽകുന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം ഒരിക്കൽ കൂടെ നമുക്കൊരവസരം നൽകി. കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിൻ്റെ കരത്തിൽ നമുക്ക് വിശ്രമിപ്പാനിടയായി. ദൈവം നമ്മെ എഴുന്നേൽപ്പിച്ചു, പ്രഭാതത്തിൽ എഴുന്നേൽപ്പിച്ചു. പുതിയൊരു ജീവിതം കൂടെ നമുക്ക് നൽകി തന്നു. പക്ഷേ അനേകർ ഹല്ലേലൂയ ഈ ലോകം വിട്ട് ഇടുങ്ങിയ ശവക്കുഴിക്ക് ഈ സമയം ഇരയായി തീർന്നിട്ടുണ്ട് എന്നുള്ള വസ്തുത നമുക്കറിയാം. എന്നാൽ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹികളായി ദൈവം നമ്മെ വെച്ച കൃപയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ ധാരാളമായി മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന കർത്താവിൻ്റെ ദാസൻ തോമസ് സാറിനോടും തൻ്റെ ടീമായ ഗോഡ് ഹൂസീസ് മിനിസ്ട്രിയോടും തൻ്റെ കുടുംബത്തോടും അതിനോട് ചേർന്നുള്ള പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഗോഡ് ഹൂസീസ് മിനിസ്ട്രിയെ ദൈവം ധാരാളമായി വളർത്തി മുമ്പോട്ട് നയിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരു വചനം ചിന്തിപ്പാൻ ധ്യാനിക്കാൻ താല്പര്യപ്പെടുകയാണ്. അതിനുവേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം, ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച വചനം 40-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. അത് ഞാൻ വായിക്കുന്നു. സാംസ് നമ്പർ 40 വേഴ്സസ് 1 and 2 പ്രകാരമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ യഹോവയ്ക്കായി കാത്ത് ഇരുന്നു. അവൻ എങ്കലേക്ക് ചാഞ്ഞു. എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും
കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. പ്രൈസ് ദി ലോർഡ്. ഇപ്രകാരമാണ് ഞാൻ ഒരിക്കൽ കൂടെ വായിക്കുന്നു. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവൻ എങ്കലേക്ക് ചാഞ്ഞു എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. പ്രൈസ് ദി ലോർഡ്. ഈ രണ്ട് വചനങ്ങൾ മിക്കവാറും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സംഗ്രഹിച്ചിട്ടുള്ള, നമ്മൾ മെമ്മറൈസ് ചെയ്യുന്ന വചനങ്ങളാണ് ഈ വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഈ വചനം നമ്മെ മുമ്പോട്ട് നയിക്കുന്ന ഒരു ശക്തിയായി ഞാൻ മനസ്സിലാക്കുകയാണ്. ഇവിടെ പറയുന്നത് 40-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, സ്തോത്രം, എന്ത് സാഹചര്യത്തിലാണ് താൻ ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിലും ഇതിൻ്റെ പശ്ചാത്തലം വചനം വായിക്കുമ്പോൾ, ആദ്യം മുതൽ അവസാനം വരെയും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ദാവീദ് വളരെ കഷ്ടതയിലായി. ഈ കഷ്ടതയുടെ മധ്യത്തിൽ ദൈവസന്നിധിയിൽ താൻ നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, നീ എന്നെ വിടുവിക്കണം, നീ എന്നെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായി നമുക്ക് ഇതിനെ കാണാൻ കഴിയുകയാണ്. അനേകം നാളുകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന തൻ്റെ പ്രാർത്ഥനയാണ്, നിലവിളിയാണ്. കേവലം ഒരു പ്രാർത്ഥനയല്ല, ഹൃദയം തുറന്നുള്ള ദൈവസന്നിധിയിലുള്ള നിലവിളിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അനേകം നാളുകളായി താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിക്ക് വേണ്ടി താൻ കാതോർത്തിരിക്കുകയാണ്, തൻ്റെ കണ്ണ് കൂർപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തി കാണണം, ദൈവത്തിൻ്റെ ശബ്ദം, വിടുതലിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കണമെന്ന് പറഞ്ഞ് താൻ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന ഒരു അനുഭവത്തെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ റീസൺ എന്താണ്, താൻ അനുഭവിക്കുന്ന കഷ്ടം എന്താണ്, അതിന് കാരണം എന്താണെന്ന് നമുക്ക് വ്യക്തമല്ല എങ്കിൽ പോലും ഈ സങ്കീർത്തനത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്: സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു, മേൽപോട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണം എൻ്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു, അവ എൻ്റെ തലയിലെ രോമങ്ങളിലും അധികം, ഞാൻ ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു. എന്താ ദാവീദ് ഇവിടെ പറയുന്നത്? ഈ സങ്കീർത്തനത്തിൽ തൻ്റെ ചിന്തയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. താൻ്റെ മനസ്സിൽ വരുന്ന വ്യഥയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. താൻ ദൈവസന്നിധിയിൽ നാളുകളായി കാത്തിരിക്കുകയാണ്. ദൈവസന്നിധിയിൽ ദൈവവുമായി സമയം വേർതിരിച്ചിരിക്കുന്ന സമയത്താണ് താൻ ഈ സങ്കീർത്തനം എഴുതിയതെന്ന് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ചില ദൈവദാസന്മാരുടെ അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അവർ ദൈവസന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഇരുന്നപ്പോഴാണ് ദൈവം അവരോട് ഇടപെട്ടത് എന്ന് അവർ പറയാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്കത് അനുഭവമുണ്ട്. ചില നല്ല നല്ല പ്രസംഗങ്ങൾ, ചില നല്ല പ്രാസംഗികർക്ക് ദൈവം കൊടുത്തിട്ടുള്ളത് അവർ ദൈവസന്നിധിയിൽ കാത്തിരുന്ന സമയത്ത്, ദൈവസന്നിധി ഇരുന്ന സമയത്താണ്. അതുപോലെ പ്രൈസ് ദി ലോർഡ്, നല്ല പാട്ടുകാർ പറയുന്നു, ഉപവാസത്തിൽ ഏകാഗ്രതയോടെ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ എൻ്റെ വാക്കുകൾ, എൻ്റെ വായിൽ ദൈവം പുതിയ പാട്ടുകൾ നൽകി, പുതിയ പുതിയ അനുഭവങ്ങൾ നൽകി, അത് ഞാൻ രേഖപ്പെടുത്തി, അതാണ് ഈ പാട്ടെന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പല സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ദാവീദ് രാജാവും പറയുകയെ, വേർതിരിച്ച് ദൈവസന്നിധിയിൽ ഇരുന്നപ്പോഴാണ് തനിക്ക് മനസ്സിലായത്, തൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായത്. ഇവിടെ പറയുന്നു, സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം നമുക്കൊരുപക്ഷെ നമുക്ക് ഈ 12-ാമത്തെ വാക്യത്തിൽ കാണാം. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. താൻ പറയാണ്, അനർത്ഥങ്ങൾ അത് അസംഖ്യമായി തൻ്റെ ജീവിതത്തിന് നേരെ വെല്ലുവിളി ഉയർത്തി നിൽക്കുന്നു. എന്നിട്ട് പറയുന്നു, അത് മേൽപോട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണം എൻ്റെ അകൃത്യം എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. അത് ഈ അനർത്ഥത്തിന് കാരണം എന്താണ്? സ്തോത്രം, ദൈവസന്നിധിയിലേക്ക് നോക്കുവാൻ കഴിയാത്ത അനവധി ചെറുതും വലുതുമാകുന്ന, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, തൻ്റെ പാപങ്ങൾ, തൻ്റെ അകൃത്യങ്ങൾ അതിപ്പോൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് സങ്കീർത്തനത്തിൽ ദാവീദ് ഇവിടെ പറയുന്നത്. അവ എൻ്റെ എത്രയെണ്ണമാണ്? അവ എൻ്റെ തലയിലെ രോമങ്ങളിലും അധികം എന്ന് പറഞ്ഞാൽ എണ്ണി തീർക്കാൻ കഴിയാത്ത ചെറുതും വലുതുമാകുന്ന എൻ്റെ പാപങ്ങൾ, എൻ്റെ അകൃത്യങ്ങൾ, ദൈവസന്നിധിയിൽ ചെയ്യരുതാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തതാണ് എൻ്റെ ഈ പ്രശ്നത്തിന് കാരണം എന്നാണ് ദാവീദ് മനസ്സിലാക്കിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന നമ്മൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം ഒരു ബൗണ്ടറി വെച്ചിട്ടുണ്ട്. ആ ബൗണ്ടറി എപ്പോൾ നമ്മൾ ക്രോസ് ചെയ്താലും
ആ ബൗണ്ടറിക്ക് പുറത്തേക്ക് നമ്മൾ പോയാലും എപ്പോൾ പോകാൻ പരിശ്രമിച്ചാൽ അവിടങ്ങളിലെല്ലാം അനർത്ഥം നമുക്കെതിരെ വ്യാപരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ അതിർ രാജ്യമായ പാകിസ്ഥാന് അതിർത്തിയിലേക്ക് നമ്മൾ ചെല്ലുക. എപ്പോൾ നമ്മൾ അതിർത്തി ലംഘിച്ചു കഴിഞ്ഞാലും ആ നിമിഷം ആ സ്പോട്ടിൽ പാകിസ്ഥാൻ പട്ടാളക്കാർ നമ്മളെ വെടിവെക്കും. ശത്രു നമ്മളൊരു അകൃത്യം ദോഷം ചെയ്യുവാനല്ലെങ്കിലും ആ അതിർത്തി നമ്മൾ ലംഘിച്ചാൽ നമ്മൾ ലംഘകരായി തീർന്ന് നമ്മൾ വെടിയേൽക്കാൻ ഇടയായി തീരും എന്ന് പറഞ്ഞതുപോലെയാണ് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ നമ്മൾ എപ്പോൾ ക്രോസ് ചെയ്ത് മുൻപോട്ട് പോയാലും അത് നമ്മളെ വേട്ടയാടും, നമ്മുടെ ജീവിതത്തിൽ ദോഷം വരുത്തുമെന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ദാവീദ് പറയുകയാണ്, 12-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ധൈര്യഹീനനായി തീർന്നു. ഇത് മുഖാന്തരം ഞാൻ ധൈര്യഹീനനായി തീർന്നു. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുകയാണ്. ഇവിടെ താൻ പറയുന്ന വാക്കുകൾ എന്താണ്? ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ കാത്തിരുന്നു. എന്താ പറയുന്നത്? ഞാൻ അനേകം നാളുകളായി കാത്തിരുന്നു. ഇംഗ്ലീഷിൽ നമുക്കിത് കാണാൻ കഴിയും. ഐ വെയിറ്റഡ് പേഷ്യൻ്റ്ലി ഫോർ ദ ലോർഡ്. വളരെ പേഷ്യൻ്റായിട്ട് അനേകം നാളുകളായിട്ട് കാത്തിരിക്കുക. ബൈബിളിൽ മലയാളത്തിൽ ഇങ്ങനെയാണ്, കാത്തിരിക്കുക. ഒരു ദിവസമല്ല, കാത്തിരിക്കുക എന്ന് മാത്രമല്ല, അത് വീണ്ടും 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 ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക. താൻ ദാവീദ് രാജാവ് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിക്ക് വേണ്ടി താൻ കാത്തിരിക്കുകയാണ്. എന്നെ വിടുവിക്കുന്ന ഒരു ദൈവത്തിന് വേണ്ടി, ഞാൻ ആയിരിക്കുന്ന ഈ കഷ്ടത്തിൽ നിന്ന് എന്നെ വിടുവിക്കേണ്ടതിന് ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഒരു മനുഷ്യനോ ഒരു മറ്റു വ്യക്തികൾക്കോ ഒന്നുമല്ല എന്നെ വിടുവിപ്പാൻ കഴിയുന്നത്. ഞാൻ ഫുള്ളി ട്രസ്റ്റഡ് ഇൻ ദ ലോർഡ്. ഞാൻ കർത്താവിൽ പൂർണ്ണമായും ആശ്രയിക്കുകയാണ്. വിശ്വസിക്കുക മാത്രമല്ല, ആ പൂർണ്ണ വിശ്വാസത്തിനനുസരിച്ച് താൻ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് വേണ്ടി താൻ കാത്തിരിക്കുകയാണ്. അതിന് തന്നെ നയിക്കുന്നത് എന്താണ്? ദൈവത്തിലുള്ള തൻ്റെ വിശ്വാസം. താൻ ദൈവത്തിന് വേണ്ടി, ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന. ഐ വെയിറ്റഡ് പേഷ്യൻ്റ്ലി for the Lord. He turned to me and heard my cry. Praise the Lord. അവൻ തിരിഞ്ഞെൻ്റെ പ്രാർത്ഥന കേട്ടു. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അനേകം നാളുകൾ ഞാൻ കാത്തിരുന്നു. എന്നിട്ട് പറയുന്നു, അവൻ എങ്കലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. ഒരു ദിവസത്തെ കാത്തിരിപ്പല്ല, അനേകം നാളുകളായി കാത്തിരിക്കുന്ന ഒരു ഭക്തൻ. ദൈവം മാത്രം എന്നെ വിടുവിച്ചാൽ മതി എന്ന് വിശ്വസിച്ച് കാത്തിരിക്കുന്ന ഒരു വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഭക്തൻ്റെ അനുഭവം. ഈ നാട്ടിലെ ഒരു പ്രമുഖൻ്റെ അടുക്കലല്ല പ്രവൃത്തിക്കായി അപേക്ഷിച്ചിട്ടുള്ളത്. തനിക്കറിയാൻ ഞാൻ പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തോടാണ്, സ്വർഗത്തിലെ ജീവനുള്ള ദൈവത്തോട്, എന്നെ നിർമ്മിച്ചവനോട്, എന്നെ സൃഷ്ടിച്ചവനോട്, എൻ്റെ സകല കാര്യങ്ങളും നോക്കുവാൻ കഴിയുന്നവൻ്റെ മുമ്പിൽ ഞാൻ കാത്തിരിക്കുന്നു എന്നാണ് ദാവീദ് രാജാവ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ദൈവം എന്താ ചെയ്തത്? അവൻ എങ്കലേക്ക് ചാഞ്ഞു വന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അനേകം നാളുകൾക്ക് ശേഷം ആ ദൈവം എൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവൻ എൻ്റെ പ്രാർത്ഥന കേട്ടു. പ്രൈസ് ദി ലോർഡ്. അവൻ എൻ്റെ നിലവിളി കേട്ടു, എൻ്റെ യാചന കേട്ടു. അവൻ എൻ്റെ അടുക്കലേക്ക് അവൻ്റെ ചെവി ചായച്ചു കൊണ്ടുവന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഭക്തന്മാരുടെ നിലവിളിക്കായി അവൻ ചെവി തുറന്നിരിക്കുന്ന ദൈവമാണ്. ഇന്ന് അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. ദാവീദ് രാജാവിൻ്റെ അനുഭവത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അനേകം നാളുകൾ, ദിവസങ്ങൾ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരുന്ന് കഴിഞ്ഞപ്പോൾ ദൈവം തൻ്റെ പ്രാർത്ഥന കേട്ടു, തങ്കലേക്ക് ചാഞ്ഞു വന്നു എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ പ്രാർത്ഥനയ്ക്ക് അനുകൂലമായി മറുപടി കൊടുക്കുവാൻ തയ്യാറായി കടന്നു വന്നു. അതുകൊണ്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവൻ എന്നെ നാശകരമായ കുഴിയിൽ, ഞാൻ ഇന്ന് കിടക്കുന്ന എൻ്റെ അകൃത്യങ്ങൾ, അനവധി അകൃത്യങ്ങൾ, തലയിലെ തലമുടിയേക്കാൾ അധികമായ അനർത്ഥങ്ങൾ അല്ലെങ്കിൽ പാപങ്ങൾ തന്നെ ചുറ്റിയിരിക്കുന്നു. അതെന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ താൻ പറയുകയാണ്, ഞാൻ കുഴഞ്ഞ ഒരു ചെളിയിൽ എന്ന് പറഞ്ഞാൽ ഒരു വയലിനകത്ത് തൻ്റെ കാലകപ്പെട്ടു പോയി, കാല് താന്നുപോയി, അത് പൊക്കിയെടുക്കുവാൻ എനിക്ക് കഴിയത്തില്ല.
ഞാൻ പരിശ്രമിക്കും തോറും ഞാൻ താന്നു പോകുന്ന ഒരു അനുഭവമാണ് ദാവീദ് ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്നെ രക്ഷിപ്പാൻ എനിക്ക് കഴിയത്തില്ല, ഒരു ബാഹ്യ ഇടപെടൽ കൂടാതെ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല എന്ന് താൻ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വാക്കുകൾ എഴുതിയിരിക്കുന്നത്. നാശകരമായ കുഴി, എനിക്ക് എന്നെ രക്ഷിപ്പാൻ കഴിയാത്ത, ആർക്കും എന്നെ രക്ഷിപ്പാൻ കഴിയാത്ത, ദൈവത്തിന് മാത്രം എന്നെ രക്ഷിപ്പാൻ കഴിയുന്ന ആ നാശകരമായ ആ കുഴിയിൽ ഞാൻ അകപ്പെട്ടപ്പോൾ, സ്തോത്രം, ആ കുഴിയിൽ നിന്നും ദൈവം എന്നെ രക്ഷിച്ചു കരകയറ്റി. എൻ്റെ കാലുകളെ അവിടെ നിന്ന് എന്താണ് ചെയ്തത്? ഒരിക്കലും താന്നു പോകാത്ത ഒരു പാറമേൽ അവൻ എന്നെ കൊണ്ട് നിർത്തുവാൻ ഇടയായി തീർന്നു. കാണുക, നാശകരമായ കുഴി, കുഴഞ്ഞ ചേറ്, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഉറപ്പുള്ള പാറ. ആ പാറയിലാണ് എൻ്റെ ജീവിതത്തിൻ്റെ സകല അവസ്ഥകളെയും തലകുത്തി മറിഞ്ഞു, അപ്സൈഡ് ഡൗൺ ആയി. ഞാൻ ഇന്ന് കുഴിയിലാണ് കിടക്കുന്നതെങ്കിൽ, ചേറ്റിലാണ് കിടക്കുന്നതെങ്കിൽ, താന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഒരിക്കലും താഴാത്ത, ചെളിയില്ലാത്ത, പ്രൈസ് ദി ലോർഡ്, സ്ട്രോങ് ആയിട്ടുള്ള ഉറപ്പുള്ള ഒരു പാറയുടെ മേൽ ദൈവം എന്നെ കൊണ്ട് നിർത്തി. എന്ന് പറഞ്ഞാൽ എനിക്കുള്ള എല്ലാ നാശങ്ങളിലും ദൈവം എന്നെ വിടുവിച്ചു, എന്നെ സുസ്ഥിരനാക്കി, സ്വസ്ഥതയുള്ളവനാക്കി, എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, എന്നെ വിടുവിച്ചിരിക്കുന്നു. ഇനി എനിക്ക് പുറകോട്ട് നോക്കേണ്ടതില്ല, മുൻപോട്ട് മാത്രം നോക്കി ജീവിതം നയിച്ചാൽ മതി എന്നാണ് ദാവീദ് രാജാവ് ഇവിടെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പറയുന്നു, എൻ്റെ കാലുകൾ ഒരു പാറമേൽ നിർത്തി. എൻ്റെ മാത്രമല്ല, ഇനിയുള്ള എൻ്റെ ജീവിതത്തെ അവൻ എൻ്റെ സുസ്ഥിരമാക്കി, സ്ഥിരമായ പാതയിലൂടെ ഇടത്തോട്ടോ വലത്തോട്ടോ നീങ്ങാതെ, ചിന്തിക്കാതെ നേർപാതയിൽ നടക്കുവാൻ കൃപ നൽകി. കാരണം ദാവീദ് രാജാവിൻ്റെ അനുഭവത്തിൽ, ദാവീദ് രാജാവ് അനുഭവിച്ചുകൊണ്ടിരുന്ന ആ കഷ്ടതയുടെ കാരണം തൻ്റെ പാപമാണെന്ന് മനസ്സിലാക്കി, അതായത് ആ പാപത്തിലേക്ക് ഇനി വീണ്ടും വീണു പോകാതെ സുസ്ഥിരമായ യഹോവയാകുന്ന ആ പാറയിൽ നിർത്തിയിട്ട് തൻ്റെ മുമ്പിൽ പുതിയൊരു വഴി വിരിച്ച വഴിയിലൂടെ മാത്രം നടത്തിക്കൊണ്ട് തന്നെ മുൻപോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നുവെന്നാണ് ദാവീദ് രാജാവ് ഇവിടെ പറയുന്നത്. പ്രിയമുള്ളവരെ, എത്ര അനുഭവമാണ് ഇതാർക്കാ പറയാൻ കഴിയുന്നത്? ദൈവത്തെ നന്നായി രുചിച്ചറിഞ്ഞിട്ടുള്ള ദാവീദിന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. അതുപോലെ ജീവിതാനുഭവം പ്രാപിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ദൈവം തന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞ എൻ്റെ ഹൃദയപ്രകാരമുള്ള എൻ്റെ മനുഷ്യൻ, ദാസൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ വ്യക്തിക്ക് മാത്രമേ ഇതുപോലൊരു അനുഭവം പറയാൻ കഴിയുകയുള്ളൂ. ഇന്ന് പകൽ ദൈവം നമ്മൾ ചിന്തിക്കുക, തന്നെ ദൈവം എങ്ങനെയാണ് മുമ്പോട്ട് നയിച്ചത്? ഒരിക്കലും തകർന്നു പോകാത്ത സ്വസ്ഥമായ സ്ഥാനത്ത് കൊണ്ട് എത്തിപ്പാൻ കഴിഞ്ഞു. ഇന്ന് ജീവിതത്തിൽ തകർന്നു കിടക്കുന്ന, പ്രയാസപ്പെട്ട് കിടക്കുന്ന, വേദനയിൽ കിടക്കുന്ന പ്രിയ ജീവിതമേ, ഈ വചനങ്ങൾ നമുക്ക് പാഠമാണ്, അനുഭവമായി തീരട്ടെ. നമ്മുടെ അവസ്ഥ, ജീവിതത്തിൻ്റെ അവസ്ഥ കുഴഞ്ഞു കിടക്കുന്ന സാഹചര്യമാണെങ്കിലും, തകർന്നു കിടക്കുന്ന അനുഭവമാണെങ്കിലും, നമ്മൾ ദൈവസന്നിധിയിൽ വളരെ കാത്തിരിപ്പോടെ അനേക നാളുകൾ ദൈവത്തിൻ്റെ ഒരു വിടുതലിന് വേണ്ടി മാത്രം കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ദൈവം നമ്മുടെ അവസ്ഥയ്ക്കും നിലയ്ക്കും മാറ്റം വരുത്തി ആ കുഴഞ്ഞു കിടക്കുന്ന, ആ കൺഫ്യൂഷനിൽ നിന്ന്, തകർന്നു കിടക്കുന്ന അനുഭവത്തിൽ നിന്ന് ഇനി എങ്ങനെ മുമ്പോട്ട് ജീവിക്കുമെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം നൽകി തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം ഒരിക്കൽ കൂടെ നമുക്കൊരവസരം നൽകി. കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിൻ്റെ കരത്തിൽ നമുക്ക് വിശ്രമിപ്പാനിടയായി. ദൈവം നമ്മെ എഴുന്നേൽപ്പിച്ചു, പ്രഭാതത്തിൽ എഴുന്നേൽപ്പിച്ചു. പുതിയൊരു ജീവിതം കൂടെ നമുക്ക് നൽകി തന്നു. പക്ഷേ അനേകർ ഹല്ലേലൂയ ഈ ലോകം വിട്ട് ഇടുങ്ങിയ ശവക്കുഴിക്ക് ഈ സമയം ഇരയായി തീർന്നിട്ടുണ്ട് എന്നുള്ള വസ്തുത നമുക്കറിയാം. എന്നാൽ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹികളായി ദൈവം നമ്മെ വെച്ച കൃപയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ ധാരാളമായി മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന കർത്താവിൻ്റെ ദാസൻ തോമസ് സാറിനോടും തൻ്റെ ടീമായ ഗോഡ് ഹൂസീസ് മിനിസ്ട്രിയോടും തൻ്റെ കുടുംബത്തോടും അതിനോട് ചേർന്നുള്ള പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഗോഡ് ഹൂസീസ് മിനിസ്ട്രിയെ ദൈവം ധാരാളമായി വളർത്തി മുമ്പോട്ട് നയിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരു വചനം ചിന്തിപ്പാൻ, ധ്യാനിക്കാൻ താല്പര്യപ്പെടുകയാണ്. അതിനുവേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം, ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച വചനം 40-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങളാണ്.
പ്രൈസ് ലോർഡ്. അത് ഞാൻ വായിക്കുന്നു. സാംസ് നമ്പർ 40 വേഴ്സസ് 1 and 2 പ്രകാരമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ യഹോവയ്ക്കായി കാത്ത് ഇരുന്നു. അവൻ എങ്കലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. പ്രൈസ് ലോർഡ്. ഇപ്രകാരമാണ് ഞാൻ ഒരിക്കൽ കൂടെ വായിക്കുന്നു. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവൻ എങ്കലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. പ്രൈസ് ലോർഡ്. ഈ 2 വചനങ്ങൾ മിക്കവാറും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സംഗ്രഹിച്ചിട്ടുള്ള, നമ്മൾ മെമ്മറൈസ് ചെയ്യുന്ന വചനങ്ങളാണ് ഈ വാക്യങ്ങൾ. പ്രൈസ് ലോർഡ്. ഈ വചനം നമ്മെ മുമ്പോട്ട് നയിക്കുന്ന ഒരു ശക്തിയായി ഞാൻ മനസ്സിലാക്കുകയാണ്. ഇവിടെ പറയുന്നത് 40-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, സ്തോത്രം, എന്ത് സാഹചര്യത്തിലാണ് താൻ ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിലും ഇതിൻ്റെ പശ്ചാത്തലം വചനം വായിക്കുമ്പോൾ, ആദ്യം മുതൽ അവസാനം വരെയും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ദാവീദ് വളരെ കഷ്ടതയിലായി. வியாதியின் மத்தியில் நீ எழும்பிடு என்றீரே, யெகோவா ராஃபா, என் சுகம் நீரானீரே. கடந்த நாட்களில் என்னுடனே இருந்தீர், இன்றும் என் அருகில் என் கூடவே வந்தீர். கடந்த நாட்களில் என்னுடனே இருந்தீர், இன்றும் என் அருகில் என் கூடவே வந்தீர். வரும் காலங்களிலும் நீர் இருப்பீர், எழும்பி வரும் புயல்களிலே கண்மலை பொங்கி வரும் அலைகள் மேலே உன் பாதத்தின் சுவடுகளே.
കന്മല